ആ ഡിസ്മിസൽ തീരുമാനം ഉണ്ടായപ്പോൾ സച്ചിനിൽ നിന്നും ഒരു തീക്ഷ്ണമായ നോട്ടമുണ്ടായിരുന്നു. എന്നാൽ അത് ആ അമ്പയർക്ക് നേരെ ആയിരുന്നില്ല, അത് ആ പിച്ചിലേക്കായിരുന്നു. തനിക്കൊരു പിഴവ് പറ്റി എന്ന് തിരിച്ചറിവായിരുന്നു സച്ചിൻ അവിടെ അലട്ടിയത്. നിമിഷ നേരം ആ ബോൾ പിച്ച് ചെയ്ത സ്ഥലവും അതിന്റെ പാതയും അനലൈസ് ചെയ്ത ശേഷം അദ്ദേഹം മെല്ലെ പവനിലേക്ക് നടന്നു നീങ്ങി. യാതൊരു പ്രതിഷേധ പ്രകടനങ്ങളോ അൺപ്ലേയബിൾ ഡെലിവറി എന്നുള്ള ഭാവങ്ങളോ കാണിക്കാതെ തനിക്ക് സംഭവിച്ച തെറ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. മറ്റാർക്കും അറിയില്ലെങ്കിലും സച്ചിൻ അറിയാമായിരുന്നു അത് തന്റെ പിഴവായിരുന്നു എന്ന്. ആ ബോളിന്റെ ബൗൺസ് മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കാതെ പോയത് തന്റെ ഒരു വലിയ ന്യൂനതയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത്തരം ഒരു ബോളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ടീമിലെ ടെക്നിക്കലി മോസ്റ്റ് ബ്രില്യന്റ് ആയ സച്ചിൻ സ്വീകരിച്ച അപകടകരമായ ആ മാർഗവും ഒരുപക്ഷെ അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയിട്ടുണ്ടാവാം. നമ്മൾ കണ്ടത് വിവാദമാണെങ്കിൽ സച്ചിൻ എന്ന പ്രതിഭ അവിടെ കണ്ടത് തനിക്ക് പഠിക്കാനുള്ള വിലമതിക്കാനാവാത്ത ഒരു പാഠമായിരുന്നു. അത് സംബന്ധിച്ച വിവാദങ്ങൾക്ക് സമയം കളയാതെ പകരം ആ ബോൾ ജഡ്ജ് ചെയ്യാൻ തനിക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് പരിശോധിക്കുകയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ചെയ്തത്. അതിനായി കുറച്ചധികം മുന്നൊരുക്കങ്ങൾ അദ്ദേഹം നടത്തി. തനിക്ക് ഹോട്ടലിൽ നൽകിയ സ്യൂട്ട് റൂമിലെ സോഫകൾ അദ്ദേഹം തിരിച്ചു കൊടുത്തു. ആ സ്ഥലത്ത് കാർപ്പറ്റിൽ വെള്ളം തളിച്ച് അജിത് അഗർക്കറിനെ കൊണ്ട് നനഞ്ഞ ബോൾ കാർപ്പറ്റിൽ ബൗൺസ് ചെയ്യിപ്പിച്ച് മണിക്കൂറുകളോളം അദ്ദേഹം ബാറ്റിംഗ് പരിശീലനം നടത്തി. അടുത്ത ടെസ്റ്റ് മത്സരത്തിന് സച്ചിൻ റെഡിയായിരുന്നു. 1999 ഡിസംബർ 26 MCGയിലെ ഏറ്റവും ത്രില്ലിംഗ് ആയ ബോക്സിംഗ് ഡേ ടെസ്റ്റ്, ബ്രെറ്റ് ലീയുടെ അരങ്ങേറ്റ മത്സരം. സച്ചിനെതിരെ കളിക്കാൻ ലഭിക്കുന്ന അവസരത്തിനായി കൊതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വരവ്. ആ ടെസ്റ്റിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര ഒന്നടങ്കം തകർന്നടിഞ്ഞു. മഗ്രാത്ത്, ബ്രെറ്റ് ലീ, ഡാമിയൻ ഫ്ലെമിംഗ്, ഷെയ്ൻ വോൺ എന്നിവരുടെ ബോളിംഗ് ആക്രമണത്തിനെതിരെ ഒരു അർദ്ധ സെഞ്ചുറി പോലും തികയ്ക്കാനാവാതെ ഇന്ത്യൻ ടീം കുഴഞ്ഞപ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറിയും അടുത്ത ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറിയും നേടി സച്ചിൻ അവിടെ തലയെടുപ്പോടെ നിന്നു. മെൽബണിലേത് അക്ഷരാർത്ഥത്തിൽ തീ പാറുന്ന പിച്ച് തന്നെയായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ആക്കിയിരുന്നു ഈ ബോളിംഗ് നിര. അന്നത്തെ ആ തീയുണ്ടകളെ സച്ചിൻ മാത്രമാണോ നേരിട്ടത് എന്ന ജെൻസി ചോദ്യം ചോദിച്ചാൽ അല്ല, സച്ചിൻ മാത്രമല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ ആ തീയുണ്ടകളെ അതിജീവിച്ചത് സച്ചിൻ മാത്രമാണ് എന്നും കൂടെ ചേർക്കേണ്ടി വരും. ഇന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സച്ചിൻ തെണ്ടുൽക്കറുടെ ഏറ്റവും മികച്ച ഇന്നിംഗ്സ് 1999 ബോക്സിംഗ് ഡേ ടെസ്റ്റിലെ ഈ ഇന്നിംഗ്സ് തന്നെയാണ്. 9ാമത്തെ വിക്കറ്റായി സച്ചിൻ പുറത്തായ 116. ഇന്ത്യ ആ സീരീസ് 3-0 പരാജയപ്പെട്ടു. പക്ഷേ പ്ലെയർ ഓഫ് ദ സീരീസായി തെരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ തെണ്ടുൽക്കർ ആയിരുന്നു എന്നത് മാത്രം പറഞ്ഞാൽ മതി സച്ചിൻ കാണിച്ച ഹീറോയിസം മനസ്സിലാവാൻ. അമ്പയർ ഡാരൽ ഹാർപ്പർ അത് ശരിയാണ് എന്ന് എങ്ങനെയൊക്കെ പ്രൂവ് ചെയ്താലും അദ്ദേഹത്തിന് രക്ഷപ്പെടാനാവാത്ത മറ്റൊരു കാര്യം അവിടെയുണ്ട്. ഈ വിവാദങ്ങളിൽ മുങ്ങിപ്പോയ സംഭവം. സച്ചിൻ എങ്ങനെ ഒരു പാഠപുസ്തകമാകുന്നു, എങ്ങനെ ഒരു റോൾ മോഡലാവുന്നു എന്ന് വിളിച്ചോതുന്ന ചില വസ്തുതകൾ. പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്നും അവയോട് എങ്ങനെ പ്രതികരിക്കണമെന്നും സച്ചിൻ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കാണിച്ചു തരുന്ന ചില ഉദാഹരണങ്ങൾ. സച്ചിൻ നേരിട്ടിരുന്ന വേട്ടയാടലുകൾ എത്രത്തോളമാണ് എന്ന് വിളിച്ചോതുന്ന ചില സംഭവ സാമ്പിളുകൾ. ഇതേ ടെസ്റ്റിൽ ആരും ചർച്ച ചെയ്യപ്പെടാതെ ഈ വിവാദത്തിൽ മുങ്ങിപ്പോയ ഒരു മറ്റു പ്രധാനപ്പെട്ട സംഭവം. ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്.